രുദ്രദേവ്. രചന ഭദ്രാലക്ഷ്മി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. വയനാടിൻ്റെ മനോഹാരിത ഒരു കുഞ്ഞുകുട്ടിയെപ്പോലെ നോക്കിക്കാണുകയായിരുന്നു മിത്ര. ഇടയ്ക്കിടയ്ക്ക് രുദ്രൻ്റെ മിഴികൾ മിത്രയെ തേടി പോകുന്നുണ്ടെങ്കിലും അവനതത്ര കാര്യമാക്കിയില്ല. വണ്ടിയുടെ ഗിയർ ചേഞ്ച് ചെയ്തുകൊണ്ട് അല്പം സ്പീഡ് കൂട്ടി രുദ്രൻ തൻ്റെ താറ് പറപ്പിച്ച് വിട്ടു. ഏകദേശം നട്ടുച്ചയോട് അടുത്തിരിക്കുന്നു. ആകാശത്ത് കാർമേഘം ഉരുണ്ടുകൂടി വരുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഒരു മഴ പ്രതീക്ഷിക്കാം. മഴ പെയ്താൽ വയനാട്ടിലൂടെയുള്ള യാത്ര അല്പം ദുസ്സഹരമാണെന്ന് രുദ്രൻ അറിയാം. താൻ തനിച്ചാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ കൂടെ ഒരു പെൺകുട്ടിയുള്ളത് കൊണ്ട് തന്നെ രുദ്രൻ അല്പം വേഗത്തിൽ തന്നെ വണ്ടി ഓടിച്ചു പോയി. എടാ വർക്കി, നമ്മുടെ മാനന്തവാടി ജംഗ്ഷനിൽ ഡൊമിനിക്കും പിള്ളേരില്ലേടാ? എന്തിനാ ചേ ഡൊമിനിക്കിന്? അവനൊരു വെട്ടുവാത്ത അറിയാലോ. മുന്നിൽ വരുന്നവൻ ആരായാലും രണ്ട് കൊടുത്തിട്ട് അവൻ സംസാരിക്കുകയുള്ളൂ. ആടാ, അവനെ പോലത്തെ ഒരു തന്നെ നമ്മുടെ കൂടെ കൂട്ടം നല്ലതാ. എങ്ങാനും ആ പെണ്ണിൻ്റെ കൂടെയുള്ള ചെക്കനെങ്ങാനും നമ്മളോടൊന്ന് ഏറ്റുമുട്ടാൻ തോന്നിയാ ഇവനെ കൊണ്ട് രണ്ട് കുടിപ്പിച്ചൊരു മൂലയിലേക്ക് മാറ്റിയിരുത്താം. ചിലപ്പോൾ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടിയില്ലെങ്കിലോ? സെബാസ്റ്റ്യൻ സംശയത്തോടെ വർക്കിയോടായി ചോദിച്ചു. അത് ഇച്ചായം പറഞ്ഞാൽ ശരിയാ. മേല് നോവാൻ എന്നെ കിട്ടില്ല. ഇത് പിന്നെ ഇച്ചായം പറഞ്ഞ പോലെ 4 കാശ് ഏർപ്പെടുന്ന കരുതിയിട്ടാ ഞാൻ ഈ പണിക്ക് ഇറങ്ങി തന്നെ. എന്തായാലും അവനെ കൂടി വിളിച്ച് കൂടെ കൂട്ടാം. അത്രയും പറഞ്ഞ് വർക്കി തന്നെ മൊബൈലിൽ നിന്നും ഡൊമിനിക്കിനെ വിളിച്ചു. 1-2 റിങ് അടിച്ചതിന് ശേഷം ഡൊമിനിക്ക് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, എടാ ഡൊമിനിക്ക്, ഇത് ഞാനാ വർക്കി. ഒരു കോൾ എത്തുന്നുണ്ട്, ആ പറയാൻ വിളിച്ചത്. പിന്നെ നിന്റെ ഒരു സഹായവും വേണം. അത്രയും പറഞ്ഞ് വർക്കി സെബാസ്റ്റ്യൻ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കിക്കൊണ്ട് ഡൊമിനിക്കോട് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ശരി ഡൊമിനിക്ക്, അപ്പോൾ പറഞ്ഞ പോലെ. അത്രയും പറഞ്ഞ് വർക്കി തൻ്റെ മൊബൈലിൽ കട്ട് ചെയ്തു. എന്നതാ ഡൊമിനിക്ക് പറഞ്ഞ്? അവനും പിള്ളേരും സെറ്റാ. പിന്നെ ആ പെൺകൊച്ചിരുന്ന വണ്ടിയുടെ നമ്പർ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അത് അവന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും നോക്കണ്ട അച്ചായോ. ഡൊമിനിക്കും പിള്ളേർ ആ പെണ്ണിനെ തൂക്കിയെടുത്ത് കൂടെയുള്ളവൻ അടിച്ച് ഇഞ്ചപ്പരുവായിക്കോളൂ. വർക്കി പറഞ്ഞു കേട്ടു സെബാസ്റ്റ്യൻ്റെ മുഖവും തിളങ്ങി. ഹോ, എൻ്റെ കർത്താവേ, ഇപ്പോഴാണ് എനിക്ക് നേരെ ശ്വാസം വീണ്ടത്. പെട്ടെന്ന് ആ ട്രാഫിക്കിൽ നിന്ന് പോലീസുകാരും വണ്ടികളെല്ലാം ചെക്കിങ് കഴിഞ്ഞ ശേഷം വേഗം പറഞ്ഞുവിടാൻ തുടങ്ങിയത്. അധികം വൈകാതെ തന്നെ സെബാസ്റ്റ്യൻ്റെ വണ്ടിയും ബ്ലോക്കിൽ നിന്ന് വകഞ്ഞു മാറി. അവർ മിത്രയുടെ പുറകെത്താൻ വേണ്ടി അതിവേഗത്തിൽ തന്നെ പോയി തുടങ്ങി. മാനന്തവാടി ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് രുദ്രൻ്റെ വണ്ടി ഒരു ചെമ്മൺ പാതയിലേക്ക് കയറി. രുദ്രൻ്റെ താറ് പോകുന്ന കണ്ടതും അത്രയും നേരം എല്ലാ വാഹനങ്ങളും നിരീക്ഷിച്ചിരുന്ന ഡൊമിനിക്കിൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി. അവൻ വാട്സാപ്പിൽ വർക്ക് അയച്ച നമ്പറിലേക്കും ജീപ്പിൻ്റെ താഴെയായി കാണുന്ന നമ്പർ പ്ലേറ്റിലേക്കും മാറി മാറി നോക്കി. അതെ, ഇത് തന്നെ. എടാ പിള്ളേരെ വണ്ടി എടുക്ക്, അവളെ എത്രയും പെട്ടെന്ന് പൊക്കണം. കേൾക്കേണ്ട താമസം ഡൊമിനിക്കിന്റെ കൂടെയുള്ള ഗുണ്ടകളെന്ന് തോന്നിക്കുന്ന 5 പേരും കൂടി ജീപ്പിലേക്ക് പാഞ്ഞു കയറിയതും അവരുടെ ജീപ്പ് രുദ്രന്റെ താറ് ലക്ഷ്യമാക്കി പുറകെ തന്നെ വച്ചു പിടിച്ചു. ആകാശം വല്ലാതെ ഇരുണ്ടുകൂടിയിരിക്കുന്നു. ഇപ്പോൾ മഴ പെയ്യുമെന്നുള്ള അവസ്ഥ. എത്ര വേഗത്തിൽ ഓടിച്ചാലും പെട്ടെന്നൊന്നും വനത്തിന്റെ ഭാഗത്തേക്ക് എത്തിച്ചേരില്ല. അതിനിനിയും കിലോമീറ്ററുകൾ പോവാനുണ്ട്. ഇനിയിപ്പോൾ ഒരേ വഴിയേ ഉള്ളൂ. ഇതുപോലെ ഇടയ്ക്ക് വരുമ്പോൾ നിൽക്കാൻ വേണ്ടി രുദ്രന്റെ അച്ഛൻ വാങ്ങിയിട്ട് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഇവിടെ. ഇന്ന് ഇവിടെ നിന്ന് നാളെ രാവിലെ വീണ്ടും യാത്ര തുടരാമെന്ന് രുദ്രൻ തീരുമാനിച്ച് ഉറപ്പിച്ചു. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് രുദ്രൻ വീണ്ടും വയനാട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഗസ്റ്റ് ഹൗസുള്ള സ്ഥലം രുദ്രൻ മറന്നുപോയിരുന്നു. തനിക്ക് സ്ഥലം തെറ്റിയോ? താറൊന്ന് പതിയെ സ്ലോ ചെയ്തുകൊണ്ട് ചുറ്റുപാടൊന്ന് നോക്കിയവൻ വാച്ചിലേക്ക് സമയം നോക്കിയപ്പോൾ ഏകദേശം വൈകുന്നേരം 3 മണിയാവുന്നു. പക്ഷെ ഇരുട്ട് വല്ലാതെ വ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം കോടമഞ്ഞും. മിത്രയാണെങ്കിൽ തൻ്റെ ധാവണിയുടെ തുമ്പുകൊണ്ട് നന്നായി പുതച്ചിട്ടുണ്ട്. എങ്കിലും അവൾ വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് രുദ്രൻ ആ കാര്യം പോലും ചിന്തിച്ച്. അവന് പക്ഷെ തണുപ്പൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല. അതുകൊണ്ട് തന്നെ അവൻ സാധാ ഒരു ഷർട്ടും പാനുമാണ് ധരിച്ചത്. രുദ്രൻ ചുറ്റുപാടും നോക്കിയപ്പോൾ മനസ്സിലായി അധികം മനുഷ്യവാസമില്ലാത്ത സ്ഥലത്താണ് താൻ എത്തിപ്പെട്ടതെന്ന്. ടൗണിൽ നിന്ന് അല്പം ദൂരേക്ക് തങ്ങൾ വന്നു പോയിട്ടുണ്ടെന്ന് അവൻ അപ്പോൾ തോന്നി. താറൊന്ന് സൈഡാക്കി നിർത്തിക്കൊണ്ട് പുറകിലെ സീറ്റിൽ വെച്ചിരിക്കുന്ന ബാഗിൽ നിന്നൊരു ജാക്കറ്റ് എടുത്ത് അവൻ മിത്രക്ക് നേരെ നീട്ടി. ഡോ, ഇതിട്ടോ, ഇല്ലെങ്കിൽ നീ തണുത്ത് മരവിച്ച് ചത്തുപോകും. അവളുടെ മുഖത്ത് നോക്കാതെ മടിയിലേക്ക് ആ ജാക്കറ്റ് എടുത്ത് വെച്ചുകൊണ്ട് അവൻ ചുറ്റുപാടും നോയിക്കൊണ്ട് വണ്ടി ഓഫ് ചെയ്ത് ഇറങ്ങി. നാശം പിടിക്കാം. ഏത് കഷ്ടകാലം പിടിച്ച സമയത്താ എനിക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി മുത്തശ്ശനോട് സമ്മതാണെന്ന് പറയാൻ തോന്നിയത്. ഇറങ്ങിയപ്പോൾ മുതൽ ശകുനപ്പിഴകളാ. രുദ്രൻ മിത്രയൊന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് സ്വയം പറഞ്ഞു. ഇത് കേട്ട മിത്രയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. കാരണം അവൾ കാരനാണല്ലോ ഇപ്പോൾ ഇത്രയൊക്കെ സംഭവിച്ച്. എങ്കിലും അവനോടൊന്നും പറയാതെ മുഖം കുനിച്ച് ആ ജാക്കറ്റും കയ്യിൽ പിടിച്ചിരുന്നു മിത്ര. ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് മൊബൈലെടുത്ത് ആരെയോ വിളിക്കാനൊരുങ്ങിയ സമയം രുദ്രൻ വെറുതെ മിത്രയെ നോക്കിയപ്പോൾ കണ്ടു. താൻ കൊടുത്ത ജാക്കറ്റ് മുറുകെ പിടിച്ച് താഴേക്ക് മുഖം കുനിച്ചിരിക്കുന്നവളെ. ഞെട്ടിക്കൊണ്ട് മിത്ര രുദ്രനെ നോക്കി. നിന്നോട് ഞാൻ ആ ജാക്കറ്റ് എടുത്തിടാനല്ലേ പറഞ്ഞ്, എന്നിട്ട് അത് കാഴ്ച കണ്ടിരിക്കുന്നത് ഈ മഞ്ഞത്ത് മരവിച്ച് ചാവാനാണോ?
അവൻ്റെ അടുത്ത അലർച്ച വന്നു. അവൾ വേഗം തല വിലങ്ങിനാട്ടിക്കൊണ്ട് അല്ല എന്ന് പറഞ്ഞ് അവൻ കൊടുത്ത ജാക്കറ്റ് എടുത്ത് അണിഞ്ഞു. മിത്രയൊന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് വീണ്ടും രുദ്രൻ മൊബൈലാരുടെ നമ്പർ തിരിയുന്ന സമയത്താണ് താറിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിലൂടെ തൻ്റെ പിറകിലായി ഏതോ ഒരുവൻ നിൽക്കുന്നു. അവൻ്റെ കയ്യിലുള്ള വടിവാള് രുദ്രൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പുറകിൽ നിൽക്കുന്ന ഗുണ്ട എന്ന് തോന്നിക്കുന്ന ഒരുവൻ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ രുദ്രൻ്റെ പുറകുവശം നോക്കി ആഞ്ഞു വെട്ടാനൊരുങ്ങിയതും പിന്തിരിഞ്ഞ് രുദ്രൻ തൻ്റെ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് അവൻ്റെ നെഞ്ചും കൂടി നോക്കി ഒരൊറ്റ ഇടി കൊടുത്തു. ഒരേ സമയമായിരുന്നു. മലർന്നടിച്ചുകൊണ്ട് മറ്റുള്ള ഗുണ്ടകളെയും ഡൊമിനിക്കിനെയും കാൽച്ചുവട്ടിലേക്ക് ഒരുവൻ വന്ന് വീണതും ഡൊമിനിക്കടക്കം എല്ലാവരും താഴെ കിടക്കുന്നവനെ രുദ്രനെ മുറുകിയ മുഖത്തോടെ നോക്കി നിന്നു. പിന്നെ രുദ്രനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ഡൊമിനിക്ക് പറഞ്ഞു, എടാ മര്യാദക്ക് വിട്ടുപിടിച്ചോ, ഇത് സ്ഥലം വേറെയാ. ഞങ്ങളും നിന്റെ വണ്ടിയിലിരിക്കുന്ന ആ പെണ്ണ്, അവളെയാണ് ഞങ്ങൾക്ക് ആവശ്യം. വെറുതെ ഇടങ്കോലിടാൻ വരേണ്ട. നീ പോലും അറിയാതെ നിന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ പറന്നുപോകും. വെറുതെ എന്തിനാ ഈ നല്ല പ്രായത്തിൽ ചത്തുമലച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നു? ജീവനി കൊതിയുണ്ടെങ്കിൽ ആ പെണ്ണിനെ ഞങ്ങൾ ഏൽപ്പിച്ച് വേഗം സ്ഥലം വിട്ടോ. തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിവാൾ രുദ്രനെ നേർക്ക് നീട്ടിക്കൊണ്ട് ഡൊമിനിക്ക് വല്ലാത്തൊരു ഭാവത്തോട് അവനോട് പറഞ്ഞു. അത്രയും നേരം താറിൽ വല്ലാത്തൊരവസ്ഥയിലിരുന്ന മിത്ര സ്വഭാവത്തിലേക്ക് വന്നതും പെട്ടെന്ന് തന്നെ താറിൽ നിന്നിറങ്ങി രുദ്രന്റെ പുറകിലേക്കായി ഓടിച്ചെന്ന് നിന്നവൾ. കൈകാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു മിത്രയുടെ. ഇപ്പോൾ വന്ന ഗുണ്ടകൾ തന്നെ തേടിയാണ് വന്നതെന്ന് പറയുന്നത് അവൾ കേട്ടതും ഒരു നിമിഷം രാകേഷിന്റെ മുഖം അവളുടെ മനസ്സിലേക്ക് ഇരച്ചു കയറി. അറിയാതെ തന്നെ മിത്രയുടെ കൈകൾ രുദ്രന്റെ ഷർട്ടിലായി മുറുകെ പിടിച്ച്. ഈ സമയം രുദ്രൻ ഗുണ്ടകളെല്ലാം നോക്കി കാണുകയായിരുന്നു. പിന്നീട് തൻ്റെ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് ചുണ്ടിൽ വെച്ച് കത്തിച്ചുകൊണ്ട് പുകച്ചുരുകൾ മുകളിലേക്ക് വലിച്ചൂതി വിട്ട് അവൻ, എന്താടാ ഒന്നും പറയാനൊന്ന് പുകച്ചു വിടുന്നത്? നിനക്കെന്താ ചെവി കേൾക്കില്ലടാ നായേ? അതും പറഞ്ഞ് ഡൊമിനിക്ക് രുദ്രന്റെ അടുക്കിലേക്ക് പാഞ്ഞു ചെന്നു. ഒരു നിമിഷം ഡൊമിനിക്ക് വടിവാളം കൊണ്ട് വരുന്ന കണ്ടതും മിത്ര അറിയാതെ തന്നെ മുഖം രുദ്രന്റെ പുറകുവശത്തേക്ക് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ചു നിന്നു. പേടി കൊണ്ട് അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു. അതെല്ലാം രുദ്രന്റെ ഷർട്ടിലൂടെ ഊർന്നിറങ്ങി അവന്റെ നഗ്നമായ പുറത്തെട്ടിയതും ആ ഭാഗം പൊള്ളുന്ന പോലെ രുദ്രനെ തോന്നി. അലറിക്കൊണ്ടുവന്ന ഡൊമിനിക് രുദ്രന്റെ അടുത്തെത്താനായതും അത്രയും നേരം താഴേക്ക് നോക്കുന്ന രുദ്രൻ തന്റെ രക്തവർണ്ണമായി മാറിയ ചുവന്ന കണ്ണുകളോടെ മുറുകിയ മുഖത്തോടെ ഡൊമിനിക്കിന് നേരെ തലയുയർത്തി നോക്കിയതും അവന്റെ കഴുത്തിൽ ആഞ്ഞ് കുത്തിപ്പിടിച്ച ഒരേ സമയമായിരുന്നു. ഒരു നിമിഷം ഡൊമിനിക്കിന് ശ്വാസം എടുക്കാൻ പോലും കഴിഞ്ഞില്ല. അവന്റെ കണ്ണുകൾ തുറിച്ചുന്തി പുറത്തേക്ക് വന്നു. ശരീരം തളരുന്ന പോലെ തോന്നിയ ഡൊമിനിക്കിന്റെ കയ്യിൽ നിന്നും വടിവാൾ താനെ ഊർന്ന് താഴേക്ക് വീണുപോയി. ശ്വാസം കിട്ടാതെ ഡൊമിനിക്ക് പിടഞ്ഞതും അവർ രുദ്രന്റെ കൈകൾ തന്റെ കഴുത്തിൽ നിന്ന് വിടിവിക്കാൻ ഒരു പാഴ്ശ്രമം നടത്തി നോക്കി. പക്ഷേ എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ ഡൊമിനിക്ക് തന്റെ വലത് കൈ ഉയർത്തി രുദ്രന്റെ മുഖം നോക്കി അടിക്കാൻ ഒരുങ്ങിയതും നിമിഷ നേരം കൊണ്ട് ആ രുദ്രൻ ഡൊമിനിക്കിന്റെ കഴുത്തിൽ പിടിച്ച് അവനെ ഉയർത്തിയെടുത്ത് നിലത്തേക്ക് മലർത്തി അടിച്ചുകൊണ്ട് രുദ്രന്റെ മുട്ടുകാൽ അവന്റെ നെഞ്ചിലോട്ടായി അമർത്തി വെച്ചത്. തൽക്ഷണം ഡൊമിനിക്കിന് തന്നെ നട്ടിലൂടെ എന്തോ ഇരച്ചു കയറുന്ന പോലെ തോന്നി. വേദന കൊണ്ട് അവൻ അറിയാതെ നിലവിളിച്ചു. ആലറിൽ അവസാനിക്കുന്നതിന് മുന്നേ തന്നെ രുദ്രൻ തന്റെ വലതുകാൽ ഉയർത്തി ഡൊമിനിക്കിന്റെ വാരിലിന്റെ ഭാഗത്തായി ഒരൊറ്റ ചവിട്ടായിരുന്നു. ആ ചവിട്ടിൽ ഡൊമിനിക്ക് രണ്ടും മലക്കം മറിഞ്ഞ് അവൻ തന്റെ കൂട്ടിന്റെ അടുക്കിലേക്ക് ചെന്ന് വീണു. തലയിൽ ആരും ഇരുമ്പ് കൂടെ അടിച്ച പോലെയാണ് ഡൊമിനിക്കൻ തോന്നിയതെങ്കിലും പകയോടെ അവൻ അപ്പോഴും രുദ്രനെ തന്നെ നോക്കിയിരുന്നു. കൊന്നു തള്ളണ കണ്ടിന്, അവൻ അലറിക്കൊണ്ട് തന്റെ കൂട്ടാളികളോട് പറഞ്ഞു. ബാക്കിയുള്ള 4 പേരും വടിവാൾ കൊണ്ട് രുദ്രന്റെ അടുക്കിലേക്ക് ഓടി അടുത്തു. പെട്ടെന്നാണ് ഭൂമിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇടിയും മിന്നലും ഒപ്പം മഴയും ഭൂമിയിലേക്ക് പെയ്തിറങ്ങിയത്. ഡൊമിനിക്കിന്റെ നിർദ്ദേശപ്രകാരം രുദ്രന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്ത ഗുണ്ടകളിൽ ഒരുവൻ അവന്റെ അടി കൊണ്ട് പറന്ന് നേരെ നിലത്ത് വീണുപോയി. ഒപ്പം തന്നെ അതിശക്തമായ മഴ എല്ലാവരെയും നനച്ചു കളഞ്ഞു. വാടാ! ബാക്കിയുള്ള 3 പേരെ നോക്കിക്കൊണ്ട് അലറിക്കൊണ്ട് രുദ്രൻ പറഞ്ഞതും താഴെ കിടക്കുന്ന ഡൊമിനിക്കിനെയും മറ്റുള്ള ഗുണ്ടകളെയും നോക്കിക്കൊണ്ട് തന്നെ കൂട്ടത്തിലുള്ള ഒരു ഗുണ്ട ധൈര്യം സംഭരിച്ചുകൊണ്ട് രുദ്രന് നേർക്ക് പാഞ്ഞെടുത്തു. കയ്യിൽ വടിവാളുമേന്തി ഒരുത്തൻ രുദ്രന്റെ കഴുത്ത് നോക്കി വെട്ടാനൊരുങ്ങിയതും അവന്റെ കൈകളെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് രുദ്രൻ അവന്റെ കൈ തിരിച്ചൊടിച്ചു കളഞ്ഞു. ഒപ്പം തന്നെ അവന്റെ കയ്യിൽ നിന്ന് ഉതിർന്ന് വീഴാനൊരുങ്ങിയ വടിവാൾ രുദ്രൻ നിലത്ത് വീഴുന്നതിന് മുമ്പ് തന്റെ കൈകളിലാക്കി തന്റെ മുന്നിലേക്ക് വന്ന അടുത്ത ഗുണ്ടകൾ ആഞ്ഞു വെച്ചു. സത്യത്തിൽ രുദ്രന്റെ താണ്ഡവം കണ്ട ഗുണ്ടകളെല്ലാവരും പകച്ചുപോയി. ഗുണ്ടകളുടെ കയ്യിൽ നിന്നും നെഞ്ചത്തുനിന്നും മുഖത്തു നിന്നുമെല്ലാം രക്തം ഒഴുകി ഇറങ്ങുമ്പോഴും ആ മഴയിൽ അവർ രുദ്രനെ തന്നെ ഭയത്തോടെ നോക്കി നിന്നു. അത്രയും നേരം ഭയന്ന് വിറച്ച് തന്റെ പുറകിലായി നിൽക്കുന്ന മിത്രയുടെ കൈകളിൽ പിടിച്ചു വലിച്ച് അവൾ തന്റെ കൈക്കുള്ളിലായി ചേർത്ത് പിടിച്ചുകൊണ്ട് രുദ്രൻ നിലത്ത് ഭയത്തോടെ ഇരിക്കുന്ന ഡൊമിനിക്കിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങി. ഡൊമിനിക്കിന്റെ അടുത്തേക്ക് എത്തുന്തോറും മിത്ര തന്റെ കൈകൾ രുദ്രന്റെ തോളിലായി മുറുകെ തെരുത്ത് പിടിച്ചിരുന്നു. ഒപ്പം അവളുടെ മുഖം അവൻ്റെ ഇടനെഞ്ചിലേക്കായി അമർത്തി വെച്ചു.
മിത്രയുടെ ഭയം മനസ്സിലാക്കിയെന്നോണം രുദ്രന്റെ കൈകൾ അവനറിയാതെ തന്നെ മിത്രയുടെ തോളിലായി ശക്തമായി തന്നെ നമർന്നു. ഡൊമിനിക്കിന്റെ കഴുത്തിന്റെ ഭാഗത്തേക്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന വടിവാൾ ചേർത്ത് വെച്ചുകൊണ്ട് രുദ്രൻ അവനോടായി പറഞ്ഞു, ഒരൊറ്റ ചോദ്യം, ഒരൊറ്റ ഉത്തരം. നീ കള്ളമാണ് പറയുന്നത് എനിക്ക് തോന്നിയാ നിന്റെ കഴുത്തുമുടല് രണ്ടാവുന്ന നീ പോലും അറിയില്ല. അപ്പൊ പറ, ആരാ നിന്നെ ഞങ്ങളെ ഫോളോ ചെയ്യാൻ പറഞ്ഞതും ഒപ്പം നിന്നെ ഇങ്ങോട്ട് അയച്ചതും? സെബാസ്റ്റ്യൻ. മുന്നിൽ നിൽക്കുന്ന ഡെവിലിനെ കണ്ട് ഡൊമിനിക് എന്ന ഗുണ്ട ആദ്യമായി ഒന്ന് ഭയന്നു. തങ്ങളുടെ തലവൻ ഏതോ ഒരു വരത്തിനെ കണ്ട് ഭയം നിൽക്കുന്ന കണ്ട അവന്റെ കൂട്ടാളികളും ആകെ വല്ലാതെയായി. അവരിലും ആദ്യമായി ഭയമെന്ന വികാരം ഉടലെടുത്തു. നിന്നെ ഏത് മാറ്റവും പറഞ്ഞു വെച്ചാണെങ്കിലും കാതൂർന്ന് കേട്ടോ, ഇനി എങ്ങാനും ഞങ്ങളുടെ പിറകെ വന്നാ പിന്നെ നിന്നെ ഒരിക്കലും ആരും കാണില്ല. വന്യത കളിയാടുന്ന രുദ്രന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ഡൊമിനിക്കിനും കൂട്ടർക്കും കഴിഞ്ഞില്ല. മുഖമാകെ ചെളിയിൽ കുതിർന്നിട്ടുണ്ടെങ്കിലും ആ കണ്ണുകളിലെ തീക്ഷ്ണതയും മുന്നിൽ നിൽക്കുന്ന ആരായാലും ഉരുകി വെണ്ണീറാവും എന്നുള്ളത് ഉറപ്പാണ്. മുന്നിൽ ജീവശവമായി കിടക്കുന്ന എല്ലാ ഗുണ്ടകളെയും എന്നുകൂടി ഇരുത്തി നോക്കിക്കൊണ്ട് രുദ്രൻ മിത്രയും കൊണ്ട് തന്റെ താറിലേക്ക് കയറി. ഗിയർ ചേഞ്ച് ചെയ്തുകൊണ്ട് താർ ഒരു സൈഡിലേക്ക് വെട്ടിച്ച ശേഷം നേരെ എടുത്ത് രുദ്രൻ വന്ന വഴിയെ തന്നെ തിരിച്ചു പോകുമ്പോൾ ഡൊമിനിക്കിനെയും കൂട്ടരെയും നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് അവന്റെ കാർ ആ മഴയിലും വേഗതയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു. സിറ്റി ഹോസ്പിറ്റൽ ICUവിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഡോക്ടറെ കണ്ട് അവിടെ പുറത്തായി ബെഞ്ചിലിരിക്കുന്ന താരയും ശ്രീദേവി അശ്വതി എഴുന്നേറ്റിരുന്നു. ഡോക്ടർ, എൻ്റെ മകൻ വൈഭവിന് ഇപ്പം എങ്ങനെയുണ്ട്? അല്പം പരിഭ്രമത്തോടെ തന്നെ താര ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ താരയെ നോക്കിക്കൊണ്ട് ചോദിച്ചു, അല്ല, പേഷ്യൻറ്റിൻ്റെ അച്ഛനോ സഹോദരൻ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂടെ? ഡോക്ടറുടെ ചോദ്യം കേട്ടപ്പോൾ താരയുടെ മുഖമൊന്ന് ചുളിഞ്ഞു. എങ്കിലും അവർ ഡോക്ടറോടായി പറഞ്ഞു, ഡോക്ടർ, വൈഭവിൻ്റെ അച്ഛൻ പുറത്താണ്, പിന്നെ എനിക്കുള്ളൊരു മകൾ മാത്രമാണ്. എന്തേ ഡോക്ടർ, എൻ്റെ കുഞ്ഞിന് വല്ലതും? താര അല്പം ആധിയോടെ ഡോക്ടറോടായി ചോദിച്ചു. അത് പിന്നെ നിങ്ങളുടെ കൂടെ ആരുമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കാര്യം തുറന്നു പറയാം. വൈഭവിനിപ്പോൾ യൂറിൻ പോകാൻ വേണ്ടി ട്യൂബ് ഇട്ടിരിക്കുക. യൂറിൻ്റെ ഒപ്പം രക്തവും പോകുന്നുണ്ട്. ഇൻഫെക്ഷൻ ആയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അതുപോലെ കഴുത്തിലെ ഞരമ്പുകൾ ക്ഷതയേറ്റിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചു കാലം കഴുത്തിന് കോളർ ഇടേണ്ടി വരും. പിന്നെ മറ്റേ പയ്യൻ്റെ ഫാമിലി വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്യാബിലേക്ക് വരാൻ പറയും. അത്രയും പറഞ്ഞ് ഡോക്ടർ നടന്നാകുന്നു. എന്നാലും ചേച്ചി, ആ സൂരജ് വല്ലാത്ത ദ്രോഹ നമ്മുടെ കുഞ്ഞിനോട് ചെയ്ത്, താര ശ്രീദേവിയോടായി മുറുകിയ മുഖത്തോടെ പറഞ്ഞു. അതേ താരെ, എൻ്റെ ഈ കുഞ്ഞിൻ്റെ അവസ്ഥ കാരണക്കാരായ ഒരുവനെയും ഈ ശ്രീദേവി വെറുതെ വിടില്ല. അതിൻ്റെ മോനെന്ന് എഴുന്നേറ്റ് നിൽക്കട്ടെ, എന്നിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാവർക്കും കൈ നിറയെ. മുറുകിയ മുഖത്തോടെ അവർ അത് പറയുമ്പോൾ അവരുടെ മനസ്സിൽ പല ഗൂഢതന്ത്രങ്ങൾ ഒരുക്കുന്നുണ്ടായിരുന്നു. എടാ വർക്കി, ആ ഡൊമിനിക്കിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. ഇനിയിപ്പോൾ എന്നതാ നമ്മൾ ചെയ്യുക? സെബാസ്റ്റ്യൻ അല്പം വിഷമത്തോടെ വർക്കിയോട് ചോദിച്ചു. എൻ്റെ ഇച്ഛായ നമ്മളിങ്ങനെ വെറുതെ പെട്രോൾ കത്തിച്ച് അവളെയും തേടി പോയിട്ട് കാര്യമില്ല. നേരത്തെ ഡൊമിനിക്ക് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അവനതിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ വണ്ടി ഡൊമിനിക് കണ്ടു എന്നാ. എന്തായാലും ഇനി യാത്ര വേണ്ട, നമുക്ക് തിരിച്ചു പോവാം. ഈ ചായൻ്റെ ഏതൊരു വലിയ സാറ് വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞ്. അയാളെയും കൂട്ടി നമുക്ക് ഡൊമിനിക്കിനെ നേരിട്ട് കാണാൻ പോകും. ചിലപ്പോൾ അവൻ്റെ ഫോണിലെ ചാർജ് തീർന്നിട്ടായിരിക്കും നമ്മളെ കിട്ടാത്തത്. ഇനിയിപ്പോൾ യാത്ര ദുഷ്കര, കണ്ടില്ലേ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഈ ചാനൊരു കാര്യം ചെയ്യും, ആ വലിയ സാറിനെ വിളിച്ച് ചുരം കയറേണ്ട, അവിടെ എവിടെയും തങ്ങിക്കോളാൻ പറ ഇന്നൊരു ദിവസം. വർക്കി പറഞ്ഞാൽ കാര്യമെന്ന് തോന്നിയ സെബാസ്റ്റ്യൻ വേഗം രാകേഷിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ചുരത്തിൽ ഇപ്പോഴും ബ്ലോക്കുള്ളതുകൊണ്ട് തന്നെ അവന് ചുരം കയറാൻ കഴിയില്ലെന്ന് മനസ്സിലായതും രാകേഷും പറഞ്ഞു ഇന്നൊരു ദിവസം താൻ വരുന്ന വഴിക്കുള്ള ഏതെങ്കിലും ഹോട്ടലിൽ തങ്ങാമെന്ന്. നാളെ ഡൊമിനിക്കിനെ കണ്ട് തങ്ങൾക്ക് നേരിട്ട് സംസാരിക്കും എന്ന ഉറപ്പിൽ ഇരുവരും ഫോൺ കട്ട് ചെയ്തു. അതിശക്തമായ മഴയും കാറ്റും തണുപ്പും മിത്രയെ രുദ്രനാകെ തണുത്ത് മരവിച്ച് വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. തണുപ്പ് അസഹ്യമായതും അവൾ പോലും അറിയാതെ അവൾ രുദ്രന്റെ ഷോൾഡറിലേക്ക് ചാഞ്ഞുപോയി. തൻ്റെ തോളിലായി എന്തോ ഭാരം തോന്നിയ രുദ്രൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു തലവെച്ച് തൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടക്കുന്ന മിത്രയെ. അപ്പോഴും അവളുടെ ശരീരം ചെറുതായി വിറക്കുന്നുണ്ടായിരുന്നു. വരുന്ന വഴിയിൽ അച്ഛനെ വിളിച്ച് ഗസ്റ്റ് ഹൗസിൻ്റെ ശരിയായ വഴി ചോദിച്ചറിഞ്ഞ് ഇരുവരെങ്ങനെയൊക്കെയോ ഗസ്റ്റ് ഹൗസിലെത്തുമ്പോൾ സമയം രാത്രി 7 മണി കഴിഞ്ഞിരുന്നു. അതിനിടയിൽ ഒരു തട്ടുകടയിൽ കയറി ഭക്ഷണം കഴിക്കാൻ അവർ മറന്നില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ട് മിത്രക്കൽപ്പം ആശ്വാസം തോന്നിയെങ്കിലും നേരത്തെ മഴ കൊണ്ട് നനഞ്ഞ ഡ്രസ്സാണ് അവൾ ധരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു വല്ലായ്മ അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ശരീരം പിന്നീട് വീണ്ടും വിറക്കാൻ തുടങ്ങി. രുദ്രൻ കാറിൽ നിന്നിറങ്ങിയതും മിത്രയും അവൻ്റെ ഒപ്പം ഇറങ്ങി ആ ഗസ്റ്റ് ഹൗസിലേക്കായി നടന്നു. പഴയ രീതിയിലുള്ള 2 നില വാർപ്പിൻ്റെ ഒരു വീടായിരുന്നു അത്. വാതിൽ തുറന്ന് അകത്ത് കയറി ലൈറ്റ് ഇട്ട് രുദ്രൻ മിത്രയോടായി പറഞ്ഞു, മിത്ര, താൻ ആ മുറി യൂസ് ചെയ്തോ, ഞാൻ ഈ മുറിയിലുണ്ടാവും, എന്തെങ്കിലും ആവശ്യം എന്നെ വിളിച്ചാൽ മതി. അതും പറഞ്ഞ് അവൻ മുറിയിലേക്ക് കയറാൻ പോകുമ്പോഴാണ് അവളുടെ നനഞ്ഞ വസ്ത്രം അവൻ ശ്രദ്ധിച്ചത്. ഇപ്പോൾ ഏകദേശം ആ വസ്ത്രങ്ങൾ ഉണങ്ങിയിട്ടുണ്ടെങ്കിലും പല ഭാഗങ്ങളിലും ഇപ്പോഴും നനവ് കാണും. അപ്പോഴാണ് മിത്രയ്ക്ക് മാറി കൊടുക്കാൻ വസ്ത്രമൊന്നുമില്ലെന്നുള്ള കാര്യം രുദ്രൻ ഓർത്ത്. ഈ സമയം അകത്തേക്ക് പോകാൻ ഒരുങ്ങിയ മിത്രയെ രുദ്രൻ പുറകിൽ നിന്ന് വിളിച്ചു. എടോ മിത്ര, തനിക്ക് വിരോധമില്ലെങ്കിൽ എൻ്റെ ഒരു ജോഡി ഡ്രസ്സ് തരാം.
തൽക്കാലത്തേക്ക് അതിട്ടോ, നാളെ രാവിലെ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങാം. വിറച്ചേൽക്കുന്ന മിത്ര അത് കേട്ടതും ആദ്യം കണ്ണു വിഴിഞ്ഞെങ്കിലും പിന്നീട് തോന്നി ഈ നനവുള്ള ഡ്രസ്സിട്ട് കിടന്നാൽ ചിലപ്പോൾ താൻ രാവിലെ ആകുമ്പോഴേക്കും മരിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ അവനങ്ങനെ ചോദിച്ച് അവൾ തലയാട്ടി സമ്മതം അറിയിച്ചു. തൻ്റെ മുന്നിലായിട്ടുള്ള ബാഗ് തുറന്ന് രുദ്രൻ അതിലോ 3/4 ടീഷർട്ടും എടുത്ത് മിത്രയുടെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ആ പിന്നെ കബോർഡിൽ ടവലും ബ്ലാങ്കറ്റുകളും ഉണ്ടാവും, അതൊക്കെ എടുത്ത് ഉപയോഗിച്ചോ. അത്രയും പറഞ്ഞ് അവൻ നേരെ അകത്തേക്ക് കയറി വാതിൽ ചാരി. മിത്ര വേഗം തന്നെ മുറിയിൽ കയറി കഥകടച്ച് മുന്നിലായി കാണുന്ന ആ വലിയ ഷെൽഫ് തുറന്ന് നോക്കിയതും അതിൽ കണ്ടു അനേകം ടർക്കികളും ബെഡ്ഷീറ്റുകളും എല്ലാം നല്ല വൃത്തിയായി തന്നെ മടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു ടർക്കിയും ഡ്രസ്സും എടുത്ത് ഫ്രഷ് ആവാൻ വേണ്ടി അവൾ ബാത്റൂമിലേക്ക് കയറി. നിശബ്ദമായ ചുറ്റുപാടിൽ കിടക്കുമ്പോൾ മിത്രയ്ക്ക് വല്ലാത്ത ഭയം തോന്നി. ഏതൊക്കെയോ വന്യജീവികളുടെ ശബ്ദം അവളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. കുറുക്കൻ്റെ ഒരിടൽ കേട്ടതും മിത്ര അറിയാതെ തന്നെ പേടിച്ച് എഴുന്നേറ്റിരുന്നു പോയി. എങ്ങനെയെങ്കിലും നേരം വെളുപ്പിക്കാൻ അവൾ നോക്കിയെങ്കിലും ജനവാതിലിൻ്റെ പുറകിലൂടെ ആരൊക്കെയോ നടക്കുന്ന പോലെയുള്ള കാലച്ചുകൂടി കേട്ടതും മിത്രയ്ക്ക് പിന്നെ ആ മുറിയിൽ കിടക്കാൻ തോന്നിയില്ല. അവൾ ഓടിച്ചെന്ന് നേരെ രുദ്രൻ്റെ മുറിയിൽ കയറിയപ്പോൾ അവൻ ആ സമയം ഏതോ പുസ്തകം വായിച്ച് കിടക്കുകയായിരുന്നു. മിത്രയെ തന്നെ മുറിയിൽ കണ്ടതും രുദ്രൻ ആദ്യം ഒന്നും ഞെട്ടിയെങ്കിലും പിന്നീട് മുഖത്ത് ഗൗരവം വരുത്തിക്കൊണ്ട് അവൻ മിത്രയോട് ചോദിച്ചു, എന്തു വേണം? അത് പിന്നെ ആ മുറി കിടക്കാൻ എനിക്ക് പേടിയാ, ഞാനിവിടെ കിടന്നോട്ടെ? അല്പം പരിഭ്രമത്തോടെ മിത്ര രുദ്രനോടായി ചോദിച്ചു. മിത്രയുടെ ചോദ്യം കേട്ടതും അറിയാതെ തന്നെ രുദ്രൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അവളോട് ചോദിച്ചു, വാട്ട്? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.